ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പരാതികളിലും ഭാരവാഹികളുടെ രാജി സംബന്ധിച്ചു മന്ത്രിമാർ കൂടുതൽ പ്രതികരണവുമായി രംഗത്തെത്തി. തെറ്റ് ചെയ്തവരെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന നിലപാട് എല്ലാവരും ഒരേ സ്വരത്തിൽ ആവർത്തിച്ചു. അതേസമയം സാംസ്കാരിക മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കാനുള്ള സന്നദ്ധത രഞ്ജിത്ത് അറിയിച്ചതായി മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ വേട്ടക്കാർക്കൊപ്പമല്ലെന്നും ഇരകളായവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. രഞ്ജിത്ത് രാജിസന്നദ്ധത അറിയിച്ചു. രാജിക്കത്ത് അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാജി ഗവൺമെന്റ് അംഗീകരിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങൾ ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പമല്ല. തെറ്റ് ചെയ്യുന്നവരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. പരാതി നൽകുന്നതിന് വനിതാ ശിശുക്ഷേമ വകുപ്പ് നിയമസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തെറ്റ് ചെയ്യുന്ന ഒരാളെ പോലും സർക്കാർ സംരക്ഷിക്കില്ല, അതിൽ ഒരു സംശയവും വേണ്ട. ആരാണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ തന്നെയാണ് ആ തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത്. മറ്റൊരിടത്തും ഇല്ലാത്ത നിലയിൽ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സിനിമയിലെ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ടുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. നടിമാരുടെ പരാതികളിൽ നിയമപരമായി പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പി രാജു പ്രതികരിച്ചു. സർക്കാരിന് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് നിയമത്തിന്റെ വഴി തന്നെ പോകും, ഉചിതമായ രീതിയിൽ തന്നെ പോകും. ഇപ്പൊ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യത്യസ്തമാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മുടെ മുമ്പിൽ പേരുകളില്ല, ഇത് പേരുകൾ വന്നിട്ടുണ്ട്. പിന്നെ ചില പരാതിക്കാരികൾ ചില അഭിപ്രായം പറയുന്നുണ്ടല്ലോ. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. രഞ്ജിത്തിന്റെ രാജി ഉചിതമായ നടപടിയെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ വ്യക്തമാക്കി. സ്ത്രീകളുടെ പരാതികൾ മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും രഞ്ജിത്ത് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അത് വളരെ ഉചിതമായ നടപടിയായി. പ്രധാനപ്പെട്ട ഏതെങ്കിലും പൊസിഷനിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറി നിൽക്കുക എന്നുള്ളതാണ്. അത്തരമൊരു പ്രിവിലേജ് കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവാദിത്തമാണത്. അതേസമയം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.